അങ്ങനെ നമ്മുടെ PYQ സീരീസിന്റെ ഒരു റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്തു അല്ലെ. അതായത് HSN ജനറൽ പേപ്പർ, മാത്സ്, സെറ്റ് ജനറൽ, സെറ്റ് മാത്സ് എന്ന 4 വീഡിയോ കഴിഞ്ഞു. അഗെയിൻ നെക്സ്റ്റ് HSI ജനറൽ പേപ്പറിന്റെ വീഡിയോയിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പൊ ആ HSI ജനറൽ പേപ്പറിന്റെ വീഡിയോയിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2022 മാത്സ് ഓൾറെഡി ചെയ്തു. അതിന്റെ നാച്ചുറൽ സയൻസ് ചോദിച്ചായിരുന്നു. നാച്ചുറൽ സയൻസിന്റെ എക്സാമിന് ചോദിച്ച ജനറൽ പോർഷന്റെ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളാണ്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. Welcome to my channel Learn with Priyanka. ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആക്ച്വലി വളരെ എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. ഞാനിപ്പോ ഇന്ന് ഞാൻ ക്വസ്റ്റ്യൻ ആൻസർ പറയുന്നതിന് മുന്നേ ഒരു സെക്കൻഡ് ഒക്കെ ഞാനൊന്ന് സമയം തരാം. നിങ്ങൾ തന്നെ ഒന്ന് എഴുതി നോക്കൂ കേട്ടോ. ഇതിനകത്ത് എനിക്ക് തോന്നുന്നു 15 ചോദ്യങ്ങളോ മറ്റോ ഉണ്ടാവുള്ളൂ. കാരണം ഇടയിൽ വന്ന 5 ചോദ്യങ്ങളും കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അതിന് ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൽ നമുക്കത് കൺസിഡർ ചെയ്യണ്ട. കാരണം അത് അന്നത്തെ 2022 ചോദിച്ച കറണ്ട് അഫയേഴ്സ് ആണ്. ഞാൻ അതിന് പകരം ഇപ്പോഴത്തെ കറണ്ട് അഫയേഴ്സ് എടുക്കാന്ന് വിചാരിച്ചു. ശരി, സാരില്ല, അത് പിന്നീട് ചെയ്യാന്ന് വിചാരിച്ചിട്ട് എന്നാ അതിനകത്തുള്ള 15 ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം നിങ്ങൾക്ക് ഇപ്പൊ തന്നെ ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ മനസ്സിൽ വന്നു കാണും അല്ലെ. നോക്കിക്കേ, എന്താണ് റിനൈസൻസ് എന്നുള്ള ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. എത്രയോ വട്ടം ചോദിച്ചൊരു ക്വസ്റ്റ്യൻ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. 2022 നാച്ചുറൽ സയൻസിൽ നോക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനും ഇല്ല. ഏത് ഭാഗത്തു നിന്ന് എടുത്താലും നിങ്ങൾക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. നോക്കിക്കേ, ഇതിന്റെ ആൻസർ എന്താണ്? ഹു വാസ് ദ ഫസ്റ്റ് പ്രസിഡന്റ് ഓഫ് SNDP യോഗം? നമുക്ക് എല്ലാവർക്കും അറിയാം ആരാണ്. ശ്രീനാരായണ ഗുരു എന്നാണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹു ഫൗണ്ടഡ് വിദ്യാഭൂഷണി സഭ? വിദ്യാഭൂഷണി സഭയാണ്. വിദ്യാഭൂഷണി സഭ ആരാണ് ഫൗണ്ട് ചെയ്തത് എന്നാണ്. എന്താ പറയാ, വിത്തൗട്ട് ഓപ്ഷൻ തന്നെ നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. ആരാണ്? സഹോദരൻ അയ്യപ്പൻ. ഓക്കെ, അപ്പൊ വിദ്യാഭൂഷണി സഭ എന്ന് പറയുന്നത് അയ്യങ്കാളി, സഹോദരൻ അയ്യപ്പൻ, സ്വാതി തിരുനാൾ, വൈകുണ്ഠസ്വാമികളാണ്. ഇതിൽ സഹോദരൻ അയ്യപ്പൻ എന്ന റൊണൈസൻസ് പേഴ്സണാലിറ്റിയാണ് വിദ്യാഭൂഷണി സഭ കണ്ടുപിടിച്ചത്. ഇനി, which uphill was held against American model proposed by ശ്രീ CP രാമസ്വാമി അയ്യർ? അപ്പം ഇത് എനിക്ക് തോന്നുന്നു നമ്മുടെ ചാനലിൽ തന്നെ പറഞ്ഞോ അല്ല ഞാൻ ഇനി നമ്മുടെ ഇൻഹൗസ് സ്റ്റുഡൻസിനാണോ എന്ന് അറിയില്ല. ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത പോലെ തോന്നുന്നു. എങ്കിലും ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉള്ളതുകൊണ്ട് വീണ്ടും വന്നതാണ്. എന്താണ്? അതായത് അമേരിക്കൻ മോഡൽ അറബിക്കടൽ എന്നൊക്കെ പറഞ്ഞ് വളരെ ഫേമസ് ആയിട്ടുള്ള വാചകങ്ങളൊക്കെ റിലേറ്റ് ചെയ്തിരിക്കുന്നത് ഇതിനകത്തുള്ള ഒരു സ്ട്രഗിളുമായി റിലേറ്റ് ചെയ്ത് വരുന്ന ആ വേർഡിങ്സ് ആണ്. എന്താണ്? അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ. അപ്പൊ അമേരിക്കൻ മോഡൽ പ്രൊപ്പോസ്ഡ് ബൈ ശ്രീ CP രാമസ്വാമി അയ്യർ ഇതിന് എഗെയിൻസ്റ്റ് നടന്ന അല്ലെങ്കിൽ ഏത് സ്ട്രഗിളുമായിട്ടാണ് ഇത് ബന്ധപ്പെട്ടിരിക്കുന്നത്? എല്ലാവർക്കും അറിയാം. എന്താണ്? പുന്നപ്ര വയലാർ സമരവുമായിട്ടാണ് ഇത് ബന്ധപ്പെട്ട് കിടക്കുന്നത്. ഓക്കെ, ഇതും നിങ്ങൾ ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹു വാസ് കൺസിഡർഡ് ആസ് ദ ഗ്രാൻഡ് ഓൾഡ് മാൻ ഓഫ് കേരള? ഇത് അങ്ങനെ എന്താ പറയാ വലിയ ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻ ഒന്നും അല്ല. അത് റിനൈസൻസ് പേഴ്സണാലിറ്റി പഠിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ പഠിക്കുന്നതാണ്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക, കൃഷ്ണപിള്ള, കേളപ്പൻ എന്നുള്ള വ്യക്തിയെ കുറിച്ച് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം. PK ചാത്തൻ മാസ്റ്റർ കേട്ടിട്ടുണ്ടാവും. KP കേശവമേനോൻ നമുക്ക് വളരെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പേഴ്സണാലിറ്റി ആണ് അല്ലെ. അപ്പം നോക്കിക്കേ, ഗ്രാൻഡ് ഓൾഡ് മാൻ ഓഫ് കേരള എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വന്ന ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി, KP കേശവമേനോൻ. വെരി ഗുഡ്. നെക്സ്റ്റ് വൺ നോക്കിക്കേ, നെയിം ദ ലീഡർ ഓഫ് ദ റിനൈസൻസ് ഹു വാസ് ഓൺസ്റ്റഡ് from his caste for the reason of attending the Ahmedabad Congress session of 1921. മന്നത്ത് പത്മനാഭൻ, TK മാധവൻ, VT ഭട്ടതിരിപ്പാട്, അയ്യൻകാളി. വേണമെങ്കിൽ ഒരു ക്ലൂ തരാം. കാരണം ഈ ഒരു പേഴ്സണാലിറ്റിയെ കുറിച്ച് പഠിക്കുമ്പോൾ തന്നെ നമ്മൾ ഈ സെന്റൻസ് ആണ് പഠിക്കുന്നുണ്ട്. അതായത് ആ പേഴ്സണാലിറ്റിയുടെ പ്രൊഫൈല് പഠിക്കുന്ന സമയത്ത് ഞാൻ തന്നെ കൊടുത്ത നോട്ടിൽ ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം അതിനകത്ത് എന്താണ് കൃത്യമായി പറയുന്നുണ്ട്. അല്ലെങ്കിലും എന്താണ്, ഇപ്പൊ സപ്പോസ് നിങ്ങൾ ഒന്നും പഠിച്ചിട്ടില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ട്രയൽ ആൻഡ് എറർ മെത്തേഡിലും ആൻസർ കണ്ടുപിടിക്കാം. എന്താണ്, ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്ന് തന്നെ അദ്ദേഹത്തെ ഒഴിവാക്കണം അല്ലെങ്കിൽ പുറത്താക്കണം എന്നുള്ള രീതിയിൽ ഒരു തീരുമാനം എടുത്തു എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു ഫോർവേഡ് കമ്മ്യൂണിറ്റിയിലുള്ള ഒരു വ്യക്തിയായിരിക്കും അല്ലെ. അതില് ആ ഒരു വളരെ ചെറിയ പ്രായത്തിൽ നിൽക്കുന്ന വ്യക്തി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്താണ് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ ആരായിരിക്കും? VT ഭട്ടതിരിപ്പാടാണ്. ഓക്കെ, പാലക്കാട് വെച്ച് അതായത് ഒറ്റപ്പാലത്ത് വെച്ച് നടന്നതിലാണ് ഈ ഒരു സംഭവമൊക്കെ വരുന്നത്. അതായത് ഒറ്റപ്പാലം, പട്ടാമ്പി ആ മേഖലയിലാണ് അദ്ദേഹം ഒരുപാട് പ്രവർത്തനങ്ങളൊക്കെ ചെയ്തത്. അപ്പൊ അങ്ങനെ അതായത് ആ ഭാഗത്ത് നിന്ന് അഹമ്മദാബാദ് കോൺഗ്രസ് സെഷനിൽ പങ്കെടുത്തു എന്നതുകൊണ്ടാണ് ഈ ഒരു പ്രശ്നമൊക്കെ വരുന്നത്. ഓക്കെ,
ഇനി which of the following word has not been written in the preamble of the Indian Constitution? പ്രിയാമ്പിളിന്റെ നോട്ട് വായിച്ചിട്ടുള്ളവർക്ക് എല്ലാവർക്കും അറിയാം, ഒരു പ്രശ്നമില്ലാണ്ട് ഡയറക്ട്ലി ഇതാക്കാം. എന്താണ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നമ്മൾ പറയുന്നുണ്ടെങ്കിൽ പോലും പ്രിയാമ്പിളില് ഈ ഒരു വേർഡ് ഇല്ല. അതേതാണ്? ഇന്ത്യൻസ് എന്നുള്ള വേർഡ്. ഓക്കെ, ഇന്ത്യൻസ് എന്നുള്ള വേർഡ് ആണ് ഇല്ലാതെ. ബാക്കി 3 എണ്ണം ഉണ്ട്. അപ്പൊ അതൊക്കെ പ്രിയാമ്പിളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ പോയിന്റ്സും ഓർത്തു വെക്കാൻ ശ്രദ്ധിക്കണം. ഓക്കെ, ഇനി നിങ്ങൾക്ക് അതിന്റെയൊക്കെ ക്ലാസ് ഇപ്പൊ പ്രിയാമ്പിളിൽ ഏതൊക്കെ പഠിക്കണം, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യൂ. നമുക്ക് വേണമെങ്കിൽ അതൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാൻ ശ്രമിക്കാം. ഇനി the directive principles has been taken from the constitution of, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതായത് കോൺസ്റ്റിറ്റ്യൂഷന്റെ ഓരോന്നും എവിടെ നിന്ന് അഡോപ്റ്റ് ചെയ്തു, ഏതിൽ നിന്നാണ് നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത് എന്നത് പഠിക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. ഇപ്പൊ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, ഫണ്ടമെന്റൽ റൈറ്റ്സ്, അങ്ങനെ ഓരോന്നുണ്ട്. അപ്പൊ അതില് ഈ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എവിടെയാണ്? നമുക്കറിയാം ബ്രിട്ടൻ ആണ്, അമേരിക്ക, അങ്ങനെയൊക്കെ വരുമ്പോൾ കുറെ കാര്യങ്ങൾ ഉണ്ടാവാം. പക്ഷെ അയർലൻഡ് എന്നുള്ള വേർഡ് പെട്ടെന്ന് തന്നെ നിങ്ങൾ ഓർത്ത് വെക്കണം. ഏതുമായിട്ട്? ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസുമായിട്ട് കണക്ട് ചെയ്ത് വെക്കണം. ഓക്കെ, ഇനി writ issued to secure the release of a person found to be detained illegally. ഈ 4 എണ്ണം എന്താന്ന് ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ട് ഞാൻ തന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ ഇതില്. നിങ്ങൾക്ക് വേണമെങ്കിൽ പറയൂ, ഞാനത് ഷെയർ ചെയ്ത് തരാം. അപ്പൊ നോക്കുക, മാൻഡമസ്, ഹേബിയസ് കോർപ്പസ്, സെന്റോററി, പ്രൊഹിബിഷൻ, ഇതിൽ ഏതായിരിക്കും? ഇതില് ഒരു വ്യക്തിയും അല്ലെങ്കിൽ ഒരു വ്യക്തിയെ കാണാതെ ഇല്ലീഗലി തടഞ്ഞു വെച്ചതിൽ നിന്നും രക്ഷിക്കാൻ അല്ലെങ്കിൽ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് ഏതാണ്? ഹേബിയസ് കോർപ്പസ് ആണ്. ഓക്കെ, അതൊക്കെ ഓർത്തു വെക്കാം. ഇനി a money bill passed by the Lok Sabha can be held up by the Rajya Sabha for how many weeks? മണി ബില്ല് ലോകസഭ കൊടുത്തു കഴിഞ്ഞാൽ രാജ്യസഭയിൽ എത്ര ദിവസം വരെ ഹെൽഡ് ചെയ്ത് വെക്കാം എന്നുള്ളതാണ്. എത്ര വീക്സ് എന്നാണ് നമ്മൾ പഠിക്കാൻ, ചിലപ്പോൾ 14 ഡേയ്സ് എന്നായിരിക്കും. 14 ഡേയ്സ് എന്ന് പറയുമ്പോൾ അത് എത്ര വീക്ക് ആണ്? 2 വീക്സ് ആണ് മാക്സിമം അവിടെ ഹെൽഡ് ചെയ്യാനുള്ള ഒരു എന്താ പറയാ അധികാരമുള്ളൂ. ഇനി ആഫ്റ്റർ ദ ജനറൽ ഇലക്ഷൻ ദ പ്രോ ടേം സ്പീക്കർ ഈസ്, നമ്മൾക്ക് അറിയാം അല്ലെ, ഒരു ഇലക്ഷൻ കഴിഞ്ഞിട്ട് പുതിയ മന്ത്രിസഭ, അത് ലോകസഭയിലായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ കേരള ഗവൺമെന്റ് ആയിക്കോട്ടെ, നമുക്ക് അവിടെ എന്താണ് ഒരു സ്പീക്കറെയോ മന്ത്രിമാരെയൊക്കെ സെലക്ട് ചെയ്യുന്നതിന് മുൻപ് ആ സഭയ്ക്ക് നേതൃത്വം കൊടുക്കുക, അല്ലെങ്കിൽ അവിടെ ഒരു പ്രോ ടേം സ്പീക്കറിനെ ചൂസ് ചെയ്യാറുണ്ട്. അത് ഏതിന്റെ ബേസിസിലാണ് ചൂസ് ചെയ്യുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. ഇലക്ടഡ് ബൈ ലോകസഭയാണോ, അപ്പോയിന്റഡ് ബൈ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആണോ, അപ്പോയിന്റഡ് ബൈ ചീഫ് ജസ്റ്റിസ് ഓഫ് ദ സുപ്രീം കോർട്ട് ആണോ, സീനിയർ മോസ്റ്റ് മെമ്പർ ഓഫ് ദ ലോക്സഭയാണോ എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പം അതിന്റെ ആൻസർ എന്താണ്? സീനിയർ മോസ്റ്റ് മെമ്പർ ഓഫ് ദി ലോക്സഭ എന്നതാണ് കേട്ടോ. അപ്പൊ അത് ശ്രദ്ധിക്കുക. അവിടെ ഏത് പാർട്ടിയാണോ അല്ലെങ്കിൽ അവിടെ ഭരണപക്ഷമാണോ എതിർപക്ഷമാണോ എന്നൊന്നുമില്ല, പ്രതിപക്ഷമാണോ എന്നുള്ളതൊന്നുമില്ല. എന്താണ്? സീനിയർ മോസ്റ്റ് മെമ്പർ ഓഫ് ദി ലോക്സഭ എന്നുള്ളതാണ് കൺസിഡർ ചെയ്യുന്ന പോയിന്റ്. ഓക്കെ, പിന്നെ 11 to 15 വരെ ആയിരുന്നു കറണ്ട് അഫയേഴ്സ് വന്നത്. അപ്പൊ ഞാൻ 16 ഓൺവേർഡ്സ് ഉള്ള ക്വസ്റ്റ്യൻ ആണ് ഇപ്പൊ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി അതായത് മെത്തഡോളജി ഭാഗം. Kurt Lewin contributed significantly in the development of, Kurt Lewin എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യുന്നത് ഫീൽഡ് തിയറി ആയിരിക്കും. അദ്ദേഹം വേറെ ഈ തന്നിരിക്കുന്നതിൽ ഏതുമായിട്ട് ഡയറക്ട്ലി കണക്ട് ആണ്, വളരെ എന്താ പറയാ നല്ലൊരു കോൺട്രിബ്യൂഷൻ കൊടുത്തൊരു വ്യക്തിയാണ്. അത് ഏതുമായിട്ടാണ്? എല്ലാവർക്കും അറിയാമായിരിക്കും. അതാണ് വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. ഞാൻ ആദ്യം ഇത് ചെയ്യണമെന്ന് തന്നെ വിചാരിച്ചു. പിന്നെ നമ്മൾ ഓൾറെഡി പറഞ്ഞ 2022 എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്ത് തരുന്നുള്ളത്, അതുകൊണ്ട് എടുത്തു എന്ന് മാത്രം. ആക്ഷൻ റിസർച്ച് ആണ്. ഇനി which characteristic of a good evaluation tool is connected to internal consistency of the items? എന്താണ് കൺസിസ്റ്റൻസി എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഡയറക്ട്ലി കണക്ട് ചെയ്യാൻ പറ്റുന്ന ആൾ ആരാന്നറിയോ? ആരാണ്? റിലയബിലിറ്റി ആണ്. എന്നാ കൺസിസ്റ്റൻസി എന്ന് വെച്ചാൽ, ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് എന്താ പറയാ ഒരു സെറ്റോ എൻ്റെ ഒരു 2-3 ബാച്ച് കുട്ടികളെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കാം. അതിൽ ഞാൻ നടത്തുന്ന ഒരു എക്സാം ഈ 3 ബാച്ചിലും ഒരേ രീതിയിലുള്ള ഔട്ട്പുട്ട് അല്ലെങ്കിൽ ഔട്ട്കം വരുവാണെങ്കിൽ അത് കൺസിസ്റ്റന്റ് ആണെന്ന് പറയാം. അല്ലാതെ ഏതെങ്കിലും ഒരു ബാച്ചിലെ കുട്ടികൾക്ക് നല്ല മാർക്ക് വരുന്നു, ഒരു ബാച്ചിന് തീരെ ഒരു ക്വസ്റ്റ്യനും അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ എന്റെ മേലെ തന്നെ ആയിരിക്കും മിസ്റ്റേക്ക്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ കൊടുത്തിരിക്കുന്ന ആ ഒരു കണ്ടന്റ് ഒരേപോലുള്ളതായിരിക്കില്ല. അങ്ങനെ ആവരുത്. എന്താണ് കൺസിസ്റ്റന്റ് ആയിരിക്കുക എന്ന് പറഞ്ഞാല് എവിടെ ചെക്ക് ചെയ്താലും അതായത് സെയിം ഒരു ലെവൽ ഓഫ് സ്റ്റുഡൻസിന് ചെക്ക് ചെയ്താലും അത് സെയിം ആയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് തന്നെ നിൽക്കുവാണെങ്കിൽ അത് റിലയബിൾ ആണെന്ന് പറയും. വാലിഡിറ്റി എന്ന് വെച്ചാൽ എന്താണ്? എന്ത് മെഷർ ചെയ്യാനാണ് ടെസ്റ്റ് നടത്തുന്നത് അതിനെ അത് ബീറ്റ് ചെയ്യുവാണെങ്കിൽ അത് വാലിഡ് ആണെന്ന് പറയും.
ഇപ്പൊ എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഞാൻ ഇപ്പൊ മെത്തഡോളജി ഭാഗമാണ് പറഞ്ഞു അല്ലെ. മെത്തഡോളജി ഭാഗത്തിന്റെ ഒരു എക്സാം നടത്തുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ അതിൽ റിനൈസൻസ് ക്വസ്റ്റ്യൻസ് മാത്രം ചോദിച്ചാൽ അതൊരിക്കലും വാലിഡ് അല്ല. ഓക്കെ, കമ്പാരബിലിറ്റി എന്ന് പറഞ്ഞാൽ കമ്പയർ ചെയ്യുന്നത് അത് വലിയ കാര്യമില്ല. ഇനി ഒബ്ജക്ടിവിറ്റി, ഒബ്ജക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ഈ ഒബ്ജക്ടിവിറ്റി ഇത് ഒരു എന്താ പറയാ ഒരു സബ്ജക്ടിവിറ്റി ഇല്ലാതെ വളരെ ടു ദി പോയിന്റ് അങ്ങനെ വളരെ ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു ആൻസർ കൊടുക്കാൻ പറ്റുന്നതിനാണ് ഒബ്ജക്ടിവിറ്റി എന്ന് പറയുന്നത്. ഇനി what type of reinforcement is used by a teacher when she allowed a naughty child in her classroom whom she had forcefully seated in the front bench so to sit with his friends when he behaved well in the class. ഇതൊക്കെ സെറ്റിനൊക്കെ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. സെറ്റിന് ചോദിച്ചിട്ടുണ്ട്, എനിക്ക് തോന്നുന്നു കേട്ടറ്റിന് ചോദിച്ചിട്ടുണ്ട്, HSAയുടെ പല സബ്ജക്റ്റിലും ചോദിച്ചിട്ടുണ്ട്. റീഇൻഫോഴ്സ്മെന്റ് എന്നുള്ള വേർഡ് തന്നെ ആരുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്, സ്കിന്നറുമായി ബന്ധപ്പെട്ട് കിടക്കുവാണ്. ഓപ്പറന്റ് കണ്ടീഷനിങ് എന്നുള്ള കോൺസെപ്റ്റ് കൊണ്ടുവന്നതും അദ്ദേഹമാണ്. ഓക്കെ, അപ്പൊ എന്താണ് റീഇൻഫോഴ്സ്മെന്റ്? റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറഞ്ഞാല് നമുക്കറിയാം, പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു കുട്ടി എന്തെങ്കിലും നല്ലൊരു കാര്യം നല്ലൊരു പ്രവൃത്തി ചെയ്താൽ നമ്മൾ ആ കുട്ടിയുടെ വെൽ ഡൺ, വെരി ഗുഡ്, ഒന്നുമില്ലെങ്കിൽ നമ്മൾ ആ കുട്ടിയെ നമുക്ക് ചിരിക്കുക, ഒന്നുമില്ലെങ്കിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് തട്ടി കൊടുക്കുക അല്ലെ, അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഷേക്ക് ഹാൻഡ് കൊടുക്കും അല്ലെ. അപ്പൊ അതൊക്കെ എന്താണ്, ഒരു പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് ആണ്. പകരം നമ്മളെ വീട്ടിലെ പിള്ളേര് വല്ലാതെ അല്ലെങ്കിൽ ഫുഡ് കഴിക്കാത്ത കുട്ടികളാന്ന് വിചാരിക്കാം. അപ്പം അവരോട് നമ്മൾ പറയണം, ഫുഡ് മര്യാദയ്ക്ക് കഴിച്ചാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കളിക്കാൻ വിടുള്ളൂ, അല്ലെങ്കിൽ TV കാണാൻ സമ്മതിക്കുള്ളൂ എന്നൊക്കെ നമ്മൾ പറയുവാണെന്ന് വിചാരിക്കാം. അവിടെ നിങ്ങൾ ഒരു രീതിയിലും കുട്ടിയെ വേദനിപ്പിക്കുക ഒന്നും ചെയ്യുന്നില്ല. എന്താ ചെയ്യുന്നത്, ഒരു അൺപ്ലസന്റ് ആയിട്ടുള്ള സിറ്റുവേഷൻ കുട്ടിയിലേക്ക് കൊടുക്കുകയാണ്. അത് കുട്ടിക്ക് ഒരു സന്തോഷകരമായ അല്ലെങ്കിൽ സന്തോഷപ്രദമായിട്ടുള്ള ഒരു കാര്യമല്ല, ഒരു ദുഃഖം അല്ലെങ്കിൽ ആ കുട്ടിക്ക് ഒരു ഇറിറ്റേറ്റിംഗ് അല്ലെങ്കിൽ ഒരു വിഷമം ഉണ്ടാക്കുന്ന ഒരു സിറ്റുവേഷൻ ആ കുട്ടിയുടെ കൊടുക്കുകയാണ്. അപ്പൊ എന്ത് ചെയ്യുന്നു, ആ കുട്ടി നിർബന്ധിതനാവും. എന്തിന്, ഒന്നിലെ ഭക്ഷണം ഇഷ്ടമില്ലാത്ത കറിയാണെങ്കിൽ പോലും കളിക്കാൻ പുറത്തു പോവേണ്ടത് കൊണ്ട് ഭക്ഷണം full ആയിട്ട് കഴിക്കുന്നു. അപ്പൊ എന്ത് ചെയ്യുന്നു, ഓക്കെ പൊയ്ക്കോളൂ എന്ന് പറയുന്നു. അവിടെ ദേഹോപദ്രവം അല്ലെങ്കിൽ വഴക്ക് പറച്ചിൽ അതൊന്നുമില്ല, ജസ്റ്റ് ഇതേ പറയുന്നുള്ളൂ. അതേപോലെ ഒരു സിറ്റുവേഷൻ ആണ് ഇതും. അങ്ങനെ ചെയ്യുന്നതിനെയാണ് നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത്. ഇനി നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റും പണിഷ്മെന്റും ഒന്നാണോ എന്ന് ചോദിച്ചാൽ കണ്ണും പൂട്ടി പറഞ്ഞോളൂ, അല്ല. നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റും പണിഷ്മെന്റും എന്താ പറയാ, എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ്. പണിഷ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, അതായത് ഒരു കുട്ടി തെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ കുട്ടിയെ ശിക്ഷിക്കുന്നില്ലേ, അതിനെയാണ് എന്ത് പണിഷ്മെന്റ് എന്ന് പറയാം. അല്ലെങ്കിൽ ശിക്ഷിക്കുന്നതിന് മുന്നേ നമ്മൾ മറ്റേ ഏതൊരു സിനിമയില് ജഗദീഷ് പറയുന്നില്ലേ, ഞാൻ എന്താ പറയാ ട്രിപ്പ് പോവാണ്, തിരിച്ചു വരുമ്പോഴേക്കും പ്രോഗ്രസ് റിപ്പോർട്ട് കിട്ടും, അതുകൊണ്ട് മാർക്ക് എനിക്ക് അറിയാവുന്ന കുട്ടികളെ ചെവി പിടിച്ച് തിരുമുന്നുണ്ട്. അതൊക്കെ എന്താണോ നേരത്തെ കൂട്ടി കൊടുക്കുന്ന പണിഷ്മെന്റ്സ് ആണ്. പക്ഷെ നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, അത് നമുക്ക് ആ ഒരു അൺപ്ലസന്റ് ആയിട്ടുള്ള സിറ്റുവേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് അത് വിഡ്രോ ചെയ്യുക, അതിലൂടെ കുട്ടിക്ക് ഒരു സന്തോഷം തന്നെ കിട്ടുന്നത്. പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു അൺപ്ലസന്റ് അല്ല, നേരത്തെ കൂട്ടി അതായത് ആ കുട്ടി ചെയ്യുന്ന പ്രവർത്തിക്ക് നമ്മൾ കൺഗ്രാറ്റുലേറ്റ് ചെയ്യണം. ടോക്കൺ റീഇൻഫോഴ്സ്മെന്റും വെർബൽ റീഇൻഫോഴ്സ്മെന്റ് ഒന്നും നമുക്ക് പഠിക്കൊന്നും വേണ്ട, അത് അത്ര വലിയ ഇമ്പോർട്ടന്റ് ഒന്നുമില്ല, അങ്ങനെയൊന്നുമില്ല. ഓക്കെ, അപ്പൊ നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് ആണ് ഇവിടത്തെ ആൻസർ. Next question, theory of conservation comes under which stage of cognitive development according to Jean Piaget? ഇവിടെ നോക്കിക്കേ, സെൻസറി മോട്ടോർ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഏകദേശം 0 to 2 years വരെയൊക്കെയാണ്. അപ്പൊ ഇവിടെ നിങ്ങൾ ഓർക്കേണ്ട വേർഡ് എന്ന് പറഞ്ഞാൽ ഒബ്ജക്ട് പെർമനൻസ് ആണ്. എന്താണ് ഒബ്ജക്ട് പെർമനൻസ് എന്ന് പറഞ്ഞാല്, ഒരു സാധനം കൺമുന്നിൽ നിന്ന് മാഞ്ഞതിന് ശേഷവും കുറെ സമയം അവിടെ തന്നെ നിൽക്കുന്നത് പോലെ കുഞ്ഞിന് തോന്നുന്ന ഒരു അവസ്ഥ, അതാണ് ഒബ്ജക്ട് പെർമനൻസ്. അതായത് നമ്മളൊരു കളിപ്പാട്ടം ഉപയോഗിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ദൂരേക്ക് എറിയുന്നു അല്ലെ, കാക്ക കൊണ്ടുപോയി എന്നൊക്കെ പറഞ്ഞ് പിള്ളേരെ പറ്റിക്കും. പക്ഷെ എന്ത് ചെയ്യും, നമ്മൾ എവിടേക്കാണോ എറിയുന്നതായിട്ട് ആക്ഷൻ കാണിക്കുന്നത് ആ ഭാഗത്തേക്ക് തന്നെ നോക്കി കുഞ്ഞ് കുറെ സമയം കരയും. അതൊക്കെയാണ് എന്ത്, ആ ഒബ്ജക്ട് പെർമനൻസ് എന്ന് പറയുന്നത്. ഇനി പ്രീ ഓപ്പറേഷൻ സ്റ്റേജ് എന്ന് പറയുമ്പോൾ സെൽഫ് സെന്റേർഡ്നെസ് എന്നുള്ള വേർഡാണ് ഏറ്റവും കൂടുതൽ ഓർക്കേണ്ടത്. അതായത് അവിടെ കുട്ടിയിൽ തന്നെ കുട്ടിയെ കേന്ദ്ര ബിന്ദുവായിട്ടാണ് കുട്ടി ജീവിച്ചു പോകുന്നത്. അതായത് കുഞ്ഞ് എഴുന്നേൽക്കുന്നത് എപ്പോഴാണോ അപ്പോഴാണ് പകൽ. ഓക്കെ, കുഞ്ഞ് ഉറങ്ങുന്ന സമയമാണ് അവന് രാത്രി. അങ്ങനെയൊക്കെ, അതായത് കുഞ്ഞിനെ ചുറ്റിപ്പറ്റി കുഞ്ഞിന്റെ ചിട്ടവട്ടങ്ങൾ അനുസരിച്ചിട്ടാണ് ദിവസം പോകുന്നതെന്നാണ് കുഞ്ഞ് വിശ്വസിക്കുന്നത്. നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചിട്ടാണ് ഈ ഒരു പ്രീ ഓപ്പറേഷൻ സ്റ്റേജ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 2 to 7 ഒക്കെ വരുന്ന പ്രായമാണ്. ഇതിന്റെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ ചിലപ്പോൾ കുട്ടികൾ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ എനിക്ക് എന്നുള്ളതിനേക്കാളും ആ കുഞ്ഞിന്റെ പേര് പറഞ്ഞിട്ടായിരിക്കും അല്ലെ, ഒരു അപ്പു എന്നാണ് കുഞ്ഞിന്റെ പേരെങ്കിൽ അപ്പൂന് വിശക്കുന്നു, അപ്പൂന് ഉറങ്ങണം, അപ്പൂന് വേദനിക്കുന്നു, എങ്ങനെയായിരിക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അത് കുഞ്ഞ് ആ ഒരു സെൽഫ് സെന്റേർഡ്നെസ് ആണ് അവിടെ കാണിക്കുന്നത്. അവിടെ ഇല്ലാത്ത ഒരു സ്വഭാവ സവിശേഷത എന്ത് എന്ന് ചോദിക്കാറുണ്ട്, അത് റിവേഴ്സിബിലിറ്റി ആണ്.
എന്താണെങ്കിലും നേരെ ആയിട്ടുള്ള ഒരു ചിന്തയെ കുഞ്ഞിനുണ്ടാവുള്ളൂ. റിവേഴ്സ് ഓർഡറിൽ ചിന്തിക്കാൻ പറ്റില്ല. അതാണ് റിവേഴ്സിബിലിറ്റി ഇല്ലാത്തത് എന്ന് പറയുന്നത്. ഇനി റിവേഴ്സിബിലിറ്റി വരുന്ന ഒരു സ്റ്റേജ് അല്ലെങ്കിൽ ഇത്തിരി കൂടി ഹയർ ലെവൽ തിങ്കിങ്, ഒരു എന്താ പറയുക, ഒരു വാലിഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാൻ തുടങ്ങുന്ന പ്രായം അല്ലേ? അതായത് ഒരു കാര്യം നമ്മൾ പറയുകയാണ്, അമ്പലത്തിൽ പോകുമ്പോൾ ചെരുപ്പ് അഴിച്ചു വെച്ച് പോകണം എന്ന് പറയുമ്പോൾ കുഞ്ഞ് ചിലപ്പോൾ ചോദിക്കും, അതെന്തിനാ അമ്പലത്തിൽ പോകുമ്പോൾ ചെരുപ്പ് അഴിച്ചു വെക്കുന്നത്, വേറെ സ്ഥലത്ത് പോകുമ്പോൾ അഴിച്ചു വെക്കുന്നില്ലല്ലോ, അല്ലേ? അങ്ങനെ കുഞ്ഞുങ്ങൾ ഓരോന്നിനും ക്വസ്റ്റ്യൻ ചോദിക്കും, ഒരുപാട് സംശയങ്ങൾ. അതില് പല സംശയങ്ങളും നമുക്ക് അയ്യോ ഇത് ഞാൻ ചിന്തിച്ചിട്ടില്ലല്ലോ എന്ന് വരെ തോന്നുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങുന്ന ഒരു പ്രായമാണത്. അപ്പൊ ഇവിടെ എന്തുകൂടി വരുന്നുണ്ട്, ആ ഒരു ചെറിയൊരു രീതിയിലുള്ള ഒരു റീസണിങ് ലെവലിലുള്ള ചിന്തകളൊക്കെ വരുന്നുണ്ടെങ്കിലും ഹയർ ഓർഡർ ഇല്ല ട്ടോ. എങ്കിലും പിന്നെ വേറെന്താണുള്ളത്, റിവേഴ്സിബിലിറ്റി വരുന്ന ഒരു അല്ലെങ്കിൽ റിവേഴ്സിബിൾ തിങ്കിങ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പ്രായം ഏതാണ്? കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് ആണ്. ഇനി ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ എല്ലാം ഹയർ ലെവൽ തിങ്കിങ് ആണ്. നമ്മൾ ശരിക്കും എന്താ പറയാ അഡോളസെന്റ് സ്റ്റേജിലേക്ക് പോകുന്നതാണ്. അപ്പൊ സയന്റിഫിക് തിങ്കിങ്, റീസണിങ് തിങ്കിങ്, അല്ലെ, ലോജിക്കൽ റീസണിങ് ഒക്കെ വരുന്നത് ഈ ഭാഗത്താണ്. അപ്പൊ അത് ഓർത്തു വെക്കണേ. അപ്പൊ എങ്കിൽ ഇവിടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? തിയറി ഓഫ് കൺസർവേഷൻ കംസ് അണ്ടർ വിച്ച് സ്റ്റേജ് ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്, വിച്ച് ഈസ് കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഷുവർ ആണ്, നമുക്ക് വേണമെങ്കിൽ ഒരു 99% ഉറപ്പിക്കാം ഇവാലുവേഷൻ അസസ്മെന്റ് ഭാഗത്തുനിന്ന് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് കയറി വരാം എന്നുള്ളത്. ടു സ്റ്റേറ്റ്മെന്റ്സ് ആർ ഗിവൺ ബിലോ റിഗാർഡിംഗ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്. തന്ന ആ ഒരു 20 ചോദ്യങ്ങളിൽ ഇത്തിരിയെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് മോഡൽ എന്ന് പറയാവുന്നത് ഈ ഒരു ക്വസ്റ്റ്യൻ മാത്രമേ ഉള്ളൂ. അല്ലാത്ത എല്ലാം ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. നോക്കിക്കേ, ഇറ്റ് ഈസ് കണ്ടക്ടഡ് ടു ഇവാലുവേറ്റ് ഓൾ സ്റ്റുഡൻസ് ഇൻ ദി ക്ലാസ്. അതിനാണ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് നടത്തുന്നത്. സ്റ്റുഡൻസ് ആർ അനലൈസ്ഡ് ഓൺ ദ ബേസിസ് ഓഫ് ഇൻകറക്റ്റ് ആൻസേഴ്സ്. ഇതിൽ ഏതാണ് ശരി? രണ്ടും ശരിയാണ്, രണ്ടും തെറ്റാണ്. S1 ശരിയാണ്, S2 തെറ്റാണ്, S1 തെറ്റാണ്, S2 ശരിയാണ്. എന്തിനാണ് ആക്ച്വലി ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ചെയ്യുന്നത്? നമ്മൾ ഒരു ഡോക്ടറെ കാണാൻ പോകുന്നത് എന്തിനാണ്? നമ്മുടെ അസുഖം ഡയഗ്നോസ് ചെയ്യാനാണ്, അല്ലെ? സോ അത് ഓർത്താൽ മതി. നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ട് നമ്മൾ പറയണ ഡോക്ടർ എന്താണ്, ഡോക്ടർ ചോദിക്കണേ എന്ത് പറ്റിയെന്ന് ചോദിക്കാം, എനിക്ക് സുഖമില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ അപ്പൊ ഡോക്ടർ ശരിയാണ് കേട്ടോ, നിങ്ങൾക്ക് നല്ല പനിയുണ്ട് എന്ന് പറഞ്ഞിട്ട് വിടുവോ? ഇല്ല. എന്താണ്, നമുക്ക് എന്തോ ഒരു അസ്വസ്ഥത കൊണ്ടാവാം നമ്മൾ മിക്കവാറും ഡോക്ടറെ കാണാൻ പോകുന്നത്. ചിലപ്പോ വേദനയായിരിക്കാം, ചിലപ്പോ പനിയായിരിക്കാം, വേറെ വല്ല അസ്വസ്ഥതകളാവാം. അവിടെ ചെന്നിട്ട് നമ്മുടെ അസ്വസ്ഥതകളാണ് നമ്മൾ പറയുന്നത്. അതിന്റെ റീസണുമായിട്ട് കോസും എല്ലാം ആരാ കണ്ടെത്തുന്നത്? അതാരാണ്? ഡോക്ടർ ആയിരിക്കും. ഡയഗ്നോസ് ചെയ്യുന്നതാണ്. അപ്പൊ ആക്ച്വലി ഡയഗ്നോസ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? പ്രോബ്ലംസ് ആണല്ലേ? അല്ലെ? അല്ലെങ്കിൽ ആരെങ്കിലും ഒരാള് ഞാൻ രാവിലെ എഴുന്നേറ്റിട്ട് ഞാൻ നല്ല ഫ്രഷ് ആണ്, എനിക്കിന്ന് ഭയങ്കര ഉന്മേഷം തോന്നുന്നു, ഞാനൊരു ഡോക്ടറെ കാണാൻ പോട്ടെ എന്ന് പറയൂ? ഒരിക്കലും പറയില്ല. നമുക്കൊരു പ്രോബ്ലം വരുമ്പോഴാണ്, അല്ലെ, നമുക്കൊരു അസ്വസ്ഥതകൾ വരുമ്പോഴാണ് നമ്മൾ ഡോക്ടറെ കാണാൻ പോകുന്നത്. സോ ഒരു പ്രോബ്ലം കണ്ടുപിടിക്കുക, നമ്മുടെ ശാരീരികമായ ബുദ്ധിമുട്ടുകൾ കണ്ടുപിടിക്കുക എന്നതാണ് ഒരു ഡോക്ടർ ചെയ്യുന്നത്. അപ്പൊ ഡോക്ടർ എന്ത് ചെയ്തു? ഡയഗ്നോസ് ചെയ്തു. ഡയഗ്നോസ് ചെയ്തിട്ട് ചുമ്മാ ഇരിക്കുവോ? നിങ്ങൾക്ക് പനിയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തോ ഫുഡ് പോയിസൺ ആണ്, പൊയ്ക്കോളൂ എന്ന് പറയോ? ഇല്ല. ഉടനെ എന്ത് ചെയ്യുന്നു? അതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നു. എങ്ങനെ? അതിന്റെ പ്രോപ്പർ മെഡിസിൻസ് പ്രിസ്ക്രൈബ് ചെയ്തിട്ട്. സോ നമ്മളെ ടീച്ചർ അല്ലെങ്കിൽ നമ്മൾ ആ ഒരു സിനാറിയോയിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ക്ലാസ് റൂം സിറ്റുവേഷൻ ആണ്, അല്ലെ? ആസ് എ ടീച്ചർ നമ്മൾ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് എന്ത് ചെയ്യുന്നതാണ്? ഇതിന് തന്നെയാണ്, പ്രോബ്ലം കണ്ടുപിടിക്കാനാണ്. ഒരു കുട്ടിക്ക് എന്ത് ലഭിച്ചില്ല, കുട്ടിക്ക് എന്താണ് കിട്ടാതെ പോയത്, കുട്ടിക്ക് എന്താണ്, കുട്ടി നേരിടുന്ന പ്രശ്നം എന്താണ് എന്നൊക്കെ മനസ്സിലാക്കാനാണ് എന്ത്? ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്. അല്ലാതെ ഇവാലുവേറ്റ് ചെയ്യാനല്ല. ഇവാലുവേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ കുട്ടി എത്രത്തോളം അച്ചീവ് ചെയ്തു എന്നറിയാൻ യൂസ് ചെയ്യുന്ന ടെസ്റ്റ് ഏതാണ്? അച്ചീവ്മെന്റ് ടെസ്റ്റ് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? കുട്ടിക്ക് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ചെയ്തു. അത് കഴിഞ്ഞാൽ നമ്മൾ ഉടനെ എന്ത് ചെയ്യണം? ആഫ്റ്റർ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ഒരു ടീച്ചർ എന്ത് കൊടുക്കണം? റെമഡിയൽ ടീച്ചിങ് കൊടുക്കണം. അങ്ങനെ അതിന്റെ സൊല്യൂഷൻ, അതായത് ഡോക്ടർ മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്യുന്ന പോലെ ടീച്ചർ എന്ത് ചെയ്യുന്നു? ആ പ്രോബ്ലം ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എക്സ്ട്രാ ക്ലാസ് കൊടുക്കുക. അതിനെയാണ് റെമഡിയൽ ടീച്ചിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ സ്റ്റുഡൻസ് ആർ അനലൈസ്ഡ് ഓൺ ദ ബേസിസ് ഓഫ് ഇൻകറക്റ്റ് ആൻസേഴ്സ്. കറക്റ്റ് ആണ്. ഇൻകറക്റ്റ് ആൻസേഴ്സ് എന്ന് പറഞ്ഞാൽ കുട്ടിക്ക് അത് അവിടെ കിട്ടാത്തോണ്ടല്ലേ? ഒരു കുട്ടി ഒരു ക്വസ്റ്റ്യൻ തെറ്റിക്കുന്നത് എന്തുകൊണ്ടാവാം? ഒന്നുകിൽ പഠിക്കാത്തോണ്ടാവാം, അതൊരു പ്രോബ്ലം ആണ്. ആൻസർ എന്തുകൊണ്ട് തെറ്റിച്ചു എന്ന് പറഞ്ഞാൽ പഠിക്കാത്തതാവാം. ചിലപ്പോൾ കുട്ടിക്ക് ടീച്ചർ പഠിപ്പിച്ചത് മനസ്സിലാവാത്തായിരിക്കാം, കുട്ടിക്ക് എന്താണ് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാവാം, അല്ലെ? മാനസികവും ശാരീരികവും സോഷ്യലും ഒക്കെ കുറെ കാരണങ്ങൾ ഉണ്ടാവാം. എന്തിന്? അവരുടെ നേരിടുന്ന ബുദ്ധിമുട്ടുകൾക്ക്. അപ്പൊ അത് കണ്ടുപിടിക്കാൻ വേണ്ടി നടത്തുന്നതാണ് എന്ത്? ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്. അപ്പൊ ഏതായിരിക്കും ആൻസർ?
S1 is false, but S2 is true. Okay. So നമ്മൾ 5 കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻ ഒഴിവാക്കിയിട്ട് ബാക്കി 15 ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തു. ഇനി ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് നെക്സ്റ്റ് നമുക്ക് എന്താണ് ഇംഗ്ലീഷോ അങ്ങനെ ഏതെങ്കിലും മലയാളം ഏതെങ്കിലും സബ്ജക്ട് എടുത്തിട്ട് വീഡിയോ ചെയ്യാം. അപ്പൊ എല്ലാരും കൃത്യമായി പഠിക്കും. നിങ്ങൾക്ക് ഇനി ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ടോപ്പിക് വേണമെങ്കിൽ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തും. ഈ വീഡിയോസ് മാക്സിമം ഷെയർ ചെയ്യാൻ ശ്രദ്ധിക്കണം കേട്ടോ. നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. HSA കഴിഞ്ഞാൽ നമ്മൾ പുതിയ പുതിയ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുള്ള പ്ലാൻ ആണ്, നിങ്ങളിലേക്ക് എത്തിക്കണം എന്നുള്ള പ്ലാനിൽ ഇരിക്കുവാണ്. അപ്പം ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.